ഇപ്പോൾ ഒരു വാക്യം വായിക്കാം. എല്ലാ ചെറിയ കൂട്ടുകാർക്കും കുട്ടികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 91 1-ാം വാക്യം. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. 2-ാമത്തെ വാക്യം. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഇന്ന് ഭയം വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു അധ്യായമാണ് 91-ാം സങ്കീർത്തനം. ദൈവം തരുന്നൊരു വാക്യം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കർത്താവിൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്തുവാ? സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അവൻ എന്ത് ചെയ്യും? ഞാൻ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. കർത്താവ് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. അവൻ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും വിടുവിക്കും. ഈ വക്തൃദിനം ദിവസം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനം 1-ാം അധ്യായം 1-ാം വാക്യം. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. അനേക ഡിസീസ് വരുന്നു, അല്ലെങ്കിൽ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ദിനങ്ങൾ, പ്രയാസപ്പെടുന്ന കഷ്ടതകൾ നിറഞ്ഞ ദിവസങ്ങൾ, അവറ്റെല്ലാം യേശു വിടുവിക്കും. യേശുപ്പച്ചനോട് പറയുമ്പോൾ ദൈവം ആ മഹാമാരിയിൽ നിന്നും വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നെല്ലാം വിടുവിക്കും. കർത്താവ് നമ്മെ പരിചയം പോലെ സങ്കേതമായി കോട്ടയായി കൂടെയായിരിക്കും. അതിനെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് പറയുന്ന ഈ വാഗ്ദത്തവചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അബ്രാഹാമിനോട് കൂടെ ഇരുന്ന കർത്താവ് അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രാഹാമിൻ്റെ പേർ വലുതാക്കി. ഇസാക്ക് എന്ന മകനെ കൊടുത്തു. സാറ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാമാരി കെണിയിൽ നിന്നെല്ലാം അബ്രാഹാമിനെ വിടുവിച്ച് അബ്രാഹാമിനെ തൻ്റെ ദേശത്തേക്ക് പോയി. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിക്കാനും കർത്താവ് പറയുന്ന പോലെ കേൾക്കുക. ഇസാക്ക് അബ്രാഹാം അവിടെ അനുസരണമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കർത്താവിനെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വാഗ്ദത്തവചനം നമ്മൾ വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ഒരു വാക്യം. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആകെ കർത്താവ് നമ്മെ ദിവസങ്ങൾ ഈ വാക്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിൽ നിന്ന് നിൽക്കുന്നു. ആമീൻ, ആമീൻ.